നമ്മളിപ്പോൾ ഉള്ളത് സേലം വിനായക മിഷന്റെ മുന്നിലാണ്. വിനായക മിഷൻ മെഡിക്കൽ കോളേജിന്റെ ഹോസ്പിറ്റലിന്റെ മുന്നിലാണ്. നമ്മൾ ഈ ഒരു ക്യാമ്പസിൽ വന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ ഇവിടെയുള്ള പ്രോഗ്രാംസ് നോക്കിക്കഴിഞ്ഞാൽ MBBS അതുപോലെ തന്നെ BDS നഴ്സിംഗ് ഉണ്ട്, അതുപോലെ തന്നെ അലൈഡ് പ്രോഗ്രാംസ് ഉണ്ട്, ഫിസിയോതെറാപ്പി ഉണ്ട്. സോ നമ്മൾ നഴ്സിംഗും അലൈഡും ഫിസിയോതെറാപ്പിയുടെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ കാണുന്നതാണ് വിനായക മിഷന്റെ വിംസ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന അവരുടെ മെയിൻ ഹോസ്പിറ്റൽ ഫെസിലിറ്റി വരുന്നത്. ഓൾമോസ്റ്റ് 400+ ബെഡഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റിയാണ് വരുന്നത്. ഇവിടെ തന്നെയാണ് അലൈഡ് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അവരുടെ ലാബ് ഫെസിലിറ്റീസും കാര്യങ്ങളും ഈ വിംസ് ഹോസ്പിറ്റലിനകത്ത് തന്നെയാണ്. അലൈഡിന്റെ ക്യാമ്പസും ലാബ് ഫെസിലിറ്റീസും എല്ലാം വരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് വിനായക മിഷന്റെ വൺ ഓഫ് ദ ഹോസ്പിറ്റൽ ഫെസിലിറ്റി. ഓൾമോസ്റ്റ് 400+ ബെഡഡ് ആയിട്ട് വരുന്ന ഒരു വലിയൊരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെയാണ് നഴ്സിംഗ്, അലൈഡ് അതുപോലെ തന്നെ MBBS സ്റ്റുഡൻസിന് വരുന്ന ക്ലിനിക്കൽ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ വരുന്നത്. സോ നമുക്ക് ഈ ഒരു ഹോസ്പിറ്റലിനകത്തേക്ക് കയറി നോക്കാം. ഒരു മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ്, അലൈഡ് പ്രോഗ്രാംസ് ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഫോർഡബിൾ റേഞ്ചിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു വിനായക മിഷൻ എന്ന് പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും അവൈലബിൾ ആയിട്ടുണ്ട്. കൂടാണ്ട് ക്യാമ്പസും ഈ ഒരു മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിനോട് അറ്റാച്ച്ഡ് ആയിട്ടത് കാരണം നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ക്ലിനിക്കൽ ട്രെയിനിങ് കാര്യങ്ങളും എല്ലാം കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ്. സോ ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ നമ്മൾ ഈ ക്ലാസ് റൂംസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. കാര്യം ഫുള്ളി കണക്റ്റഡ് ആണ്, ഹോസ്പിറ്റലും ക്ലാസ് റൂംസും കണക്റ്റഡ് ആണ്. അത് ഇവിടെ കണ്ടില്ലേ, റൈറ്റ് സൈഡിലായിട്ട് ഇവിടുത്തെ അലൂമിനീസിന് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ പഠിച്ചിട്ട് പാസ് ഔട്ടായി ഓരോ കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതുകൊണ്ട് മോസ്റ്റ്ലി UAE-ലും അതുപോലെ തന്നെ GCC കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അലൂമിനി ഒരു ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ കൊടുത്തേക്കുന്നത്. സോ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഹോസ്പിറ്റൽ ഏരിയയിലേക്കാണ്. അതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പല കോളേജസിലും ഓൺ ഹോസ്പിറ്റൽ ഇല്ലാതും അതുപോലെ തന്നെ ടൈഅപ്ഡ് ഹോസ്പിറ്റലിലൊക്കെ കുറേ കോളേജ് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഓൺ ഹോസ്പിറ്റലുണ്ട്. അത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തന്നെയാണ്. അതുപോലെ തന്നെ ക്യാമ്പസും ഹോസ്പിറ്റലും കണക്റ്റഡ് ആണ്. നമ്മൾ ഇവിടെ നേരെ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ്ട് ഇവിടെ ഈ ഒരു ജസ്റ്റ് ഒരു ഡോർ ഓപ്പൺ ചെയ്താൽ ഇതിന്റെ മാത്രം ഒരു ബൗണ്ടറി ഡിഫറൻസേ ഉള്ളൂ. അവിടെ ക്യാമ്പസ്, ഇത് മെയിൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ്. ഫസ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് ന്യൂറോ സയൻസ് ഡിപ്പാർട്ട്മെന്റ് EEG ആൻഡ് EMG ലാബിലേക്കാണ്. സോ ഈ ഒരു ലാബ് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു മോണിറ്റർ എന്താണെന്ന് വെച്ചാൽ ഇവിടെ പേഷ്യന്റിനെ കിടത്തിയിട്ട് ഇവിടെ ബ്രെയിനിന്റെ അനാലിസിസ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ഇതെന്ന് പറഞ്ഞാൽ നെർവ്സിന്റെ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലാബ് ഫെസിലിറ്റിയാണ്. നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ 2 ബ്ലോക്കിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സർജറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റുഡൻസിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കാര്യം ഹോസ്പിറ്റൽ പോസ്റ്റിങ്ങിന് പോകുന്നതിന് മുമ്പായിട്ട് ഓരോ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. സോ നമ്മളിപ്പോൾ എൻ്റർ ആയിരിക്കുന്നത് ഇവിടുത്തെ ലൈബ്രറിയിലേക്കാണ്. ഈ ലൈബ്രറി എന്ന് പറയുന്നത് ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ലൈബ്രറിയാണ്. ഓൾമോസ്റ്റ് 4000+ ബുക്സ് അവൈലബിൾ ആയിട്ടുള്ള അലൈഡ് ഹെൽത്ത് സയൻസിന് വേണ്ടി മാത്രമുള്ള ലൈബ്രറിയാണ്. സോ ഈ ഒരു എക്യുപ്മെന്റ് ഉണ്ടല്ലോ, അതായത് നമ്മളിപ്പോൾ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തിരികെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ബുക്സ് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് നമ്മുടെ ID കാർഡ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് ടൈമിലാണ് ബുക്ക് എടുത്തത് അല്ലെങ്കിൽ ഏത് ടൈമിലാണ് റിട്ടേൺ ചെയ്യുന്നുള്ള ഫുള്ള് ഡീറ്റെയിൽസ് ഇവിടെ ഫീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡീറ്റലൈസ്ഡ് ആയിട്ടുള്ള ഫുള്ളി ലൈബ്രറിയാണ്. സോ ഈ ഒരു ഏരിയ ഫുള്ളി ബുക്സും കാര്യങ്ങളും റാക്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ചിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാണ്ട് റൈറ്റ് സൈഡിലായിട്ട് തന്നെയാണ് ഇവിടുത്തെ ഡിജിറ്റൽ ലൈബ്രറി വരുന്നത്. സോ ഇത് AT-OTയും അതുപോലെ തന്നെ ഹോസ്പിറ്റലുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വാക്ക് വേ ആണ്. നിങ്ങൾ കണ്ടില്ലേ, ഫുള്ളി പേഷ്യൻസ്, നല്ല ക്രൗഡ് ഉള്ള ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റിയാണ് ഈ വിനായക മിഷൻ ഉള്ളത്. സോ നല്ല പേഷ്യന്റ് ഫ്ലോ ഉള്ള ഒരു ഹോസ്പിറ്റലായാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്ലിനിക്കൽസ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ 100% ഷുവറാണ്. നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഇവിടുത്തെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ മെയിനായിട്ട് നിങ്ങൾക്ക് അറിയാലോ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് മെയിനായിട്ട് വരുന്നത് MRI വരും, അതുപോലെ തന്നെ CT സ്കാൻ വരും, അതുപോലെ തന്നെ എക്സ്റേ വരും. സോ നമുക്ക് ഫസ്റ്റ് നേരെ പോകാൻ പോകുന്നത് CT സ്കാൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. സോ അങ്ങനെ എല്ലാവർക്കും എൻട്രൻസ് ഇവിടെ അലൗഡ് അല്ല, നമ്മൾ സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ടാണ് ഇവിടെ കയറിയത്. സോ ഇതാണ് CT സ്കാൻ റൂം. നമ്മളെല്ലാ ഹോസ്പിറ്റലിലും കാണുന്ന പോലെ തന്നെ ഇത് കാണിക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് നല്ല രീതിയിൽ ക്ലിനിക്കൽ പ്രാക്ടീസ് കിട്ടുന്ന ഒരു ക്യാമ്പസാണ് ഈ വിനായക മിഷൻ എന്നുള്ളത് എനിക്ക് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിക്കുന്നത്. സോ ഇവിടെയാണ് CT സ്കാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ പലർക്കും ഒരു ഡൗട്ടാണ്, റേഡിയേഷൻ ഭയങ്കര രീതിയിൽ വരുന്ന ഒരു കോഴ്സ് അല്ലേ ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ സ്കാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ടെക്നീഷ്യൻ എവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ, ഈ ഒരു കൺട്രോൾ റൂമിലാണ് ടെക്നീഷ്യൻ ഇരിക്കുന്നത്. സോ ഈ ഒരു ഏരിയ ആയിട്ട് ടെക്നീഷ്യൻ ഇരിക്കുന്നതായിട്ട് യാതൊരു ബന്ധവുമില്ല. സോ അങ്ങനെ റേഡിയേഷൻ ഫ്രീ ആയിട്ട്, അതായത് അതിനൊക്കെയുള്ള ഒരു എന്താ പറയുക മുൻകരുതൽ എടുത്തിട്ടാണ് ഈ ടെക്നീഷ്യൻസ് ഇരിക്കുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് റേഡിയേഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് ഈ CT സ്കാൻ അതുപോലെ തന്നെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്.
നമ്മൾ ഇനി കയറാൻ പോകുന്നത് മാമോഗ്രാഫ് സ്കാനിങ് റൂമിലേക്കാണ്. സോ ഇതൊരു ലൈക്ക് ടൈപ്പ് ഓഫ് എക്സ്റേ തന്നെയാണ്. ഇത് കൂടുതലും യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഫീമെയിൽസിന് ബ്രസ്റ്റ് ക്യാൻസറും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ അനലൈസ് ചെയ്യാൻ പറ്റുന്ന വേണ്ടിയിട്ടുള്ള ഒരു എക്യുപ്മെൻ്റ് ആണ് ഈ ഒരു എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത്. സോ അതിനുള്ള ഫെസിലിറ്റീസും ഈ ഒരു ക്യാമ്പസിൽ അവൈലബിൾ ആണ്. സോ ഇനി നമ്മൾ പോകാൻ പോകുന്നതാണ് ഇവിടുത്തെ എക്സ്റേ റൂം. ഇവിടുത്തെ എക്സ്റേ റൂം എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ഒക്കെ കൺവെൻഷനലി കണ്ടുവരുന്ന രീതിയിലല്ല, ഇത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് എക്യുപ്മെൻ്റ് ആണ്. ഇത് ഡിജിറ്റൽ എക്സ്റേ മെഷീൻ എന്നാണ് തന്നെ പറയുന്നത്. സോ ഇതാണ് ഇവിടുത്തെ ഒരു എക്സ്റേ റൂം എന്ന് പറയുന്നത്. സോ നമ്മൾ CT സ്കാനിൻ്റെ റൂമിൽ പറഞ്ഞതുപോലെ തന്നെ എക്സ്റേ എടുക്കുന്ന എടുത്തുവാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് റൂമായിട്ട് തിരിച്ചിട്ടാണ് ഇവിടെ ടെക്നീഷ്യൻ ഇരുന്നിട്ട് എക്സ്റേ എടുക്കുന്നത്. സോ ഈ പറഞ്ഞ റേഡിയേഷൻ്റെ പ്രശ്നം വലിയ രീതിയിലൊന്നും വരുന്നില്ല. കുറേ ആൾക്കാരുടെ ഉള്ളിലുള്ളൊരു എന്താ പറയുക, ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ പ്രകാരമായിട്ടാണ് ഈ റേഡിയേഷൻ്റെ കാര്യമൊക്കെ പല കുട്ടികളും നമ്മൾ ഡൗട്ടും ചോദിക്കാറുണ്ട്. സോ ഈ കാണുന്നതാണ് ഇവിടുത്തെ MRI സ്കാനിങ് റൂം. ഓൾറെഡി ഒരു പേഷ്യൻ്റ് അകത്തുള്ളത് കാരണം നമുക്ക് ഈ ഒരു സ്കാനിങ് റൂമിനകത്തേക്ക് കയറാൻ പറ്റത്തില്ല. പക്ഷേ ഇതുകൊണ്ടൊരു ഉപകാരമുണ്ട്. കാര്യം നമുക്ക് ഈ ടെക്നീഷ്യൻ ഇരിക്കുന്ന റൂമിൽ കയറിയിട്ട് എന്തൊക്കെയാണ് ഈ MRI സ്കാൻ ചെയ്യുന്ന സമയത്ത് അവർ അനലൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാൻ പറ്റും. സോ ഇത് കണ്ടില്ലേ, അകത്ത് പേഷ്യൻ്റ് കിടക്കുന്നത് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ സിസ്റ്റം വെച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന ടെക്നോളജീസിനെ അസസ് ചെയ്യാനും പറ്റും. നമ്മൾ ഇനി പോകാൻ പോകുന്നതാണ് അൾട്രാസൗണ്ട് സ്കാനിങ് റൂമിലേക്കാണ് പോകുന്നത്. സോ ഇത് കൂടുതലും നിങ്ങൾക്ക് അറിയാമല്ലോ, നോർമലി തന്നെ അബ്ഡമിൻ സ്കാനിങ് ഒക്കെ വരുന്ന ഒരു സ്കാനിങ് റൂമാണ്. സോ ഇതാണ് ഇവിടുത്തെ അൾട്രാസൗണ്ട് സ്കാനിങ് റൂം. ഇതാണ് ഇവരുടെ ഓങ്കോളജിയുടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്. സോ ഇത് നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റില്ല, കാര്യം കുറേ ക്യാൻസർ പേഷ്യൻസ് ഇരിപ്പുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. കാര്യം അത്യാവശ്യം നല്ല പേഷ്യൻ്റ് ഫ്ലോ ഉള്ള രീതിയിലുള്ള ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്, അതായത് കാർക്കിനോസ് എന്നാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇവർ പേരിട്ടിരിക്കുന്നത്. ക്യാൻസറിന് വേണ്ടിയിട്ട് മാത്രം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വലിയൊരു ഡിപ്പാർട്ട്മെന്റ് വിങ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇനി നമ്മൾ പോകാൻ പോകുന്നതാണ് ഇവിടുത്തെ എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ്. സോ ഇവിടെ അത്യാവശ്യം പേഷ്യൻസ് ഉണ്ട്. നമുക്ക് ഈ പേഷ്യൻസ് ഇല്ലാത്ത ഏരിയ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇവിടെ അകത്തോട്ടുണ്ട്. സോ ഇതാണ് പേഷ്യൻസ് ഇല്ലാത്തൊരു ഏരിയ ആണ്. സോ ഇത് എമർജൻസി ആൻഡ് ട്രോമ കെയർ പഠിക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനായിട്ട്. കാര്യം ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എബ്രോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രോമ കെയർ എന്ന് പറയുമ്പോൾ ആംബുലൻസ് ഇപ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവർക്കുള്ള ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. സോ ആ ഒരു ഡിപ്പാർട്ട്മെന്റിനുള്ള എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ എല്ലാ ആംബുലൻസും എന്താ പറയുക ICU ലെവലിൽ സെറ്റ് ചെയ്തിട്ടുള്ള ആംബുലൻസ് ഫെസിലിറ്റിയാണ്. ഇതിപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ ഇട്ടിരിക്കുന്ന 2 ആംബുലൻസ് മാത്രമേ ഉള്ളൂ. ബാക്കി ആംബുലൻസ് ആ ഒരു ഏരിയയിലൊക്കെയാണ് അവർ പാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ICU ആംബുലൻസിൽ നിന്ന് സ്റ്റുഡൻസ് തന്നെ പോയിട്ട് പേഷ്യൻസിനെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരാറുണ്ട്. സോ അതും ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. ഇതാണ് ഇവിടുത്തെ MLT സ്റ്റുഡൻസിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അഡ്വാൻസ്ഡ് ടെക്നോളജി ലാബ് ഫെസിലിറ്റി ആണ്. സോ നമുക്ക് അകത്തോട്ട് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ എല്ലാ മെഷീൻസും വെച്ചിട്ട് ഇവിടെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു ഏരിയ ആണ്. നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് ഇവിടുത്തെ ഡയാലിസിസ് റൂം. അതിൻ്റെ ഇവിടെ കണ്ടില്ലേ, ഡയാലിസിസ് ടെക്നോളജിക്ക് വേണ്ടിയിട്ടുള്ള മെഷീൻസും കാര്യങ്ങളും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫുള്ളി ബെഡ്സും ആ സൈഡിൽ പേഷ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ ഡയാലിസിസ് ടെക്നീഷ്യൻ തന്നെയാണ് ഈ ഒരു ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ ICU റൂം വരുന്നത്. ICU റൂമിൻ്റെ ഒരു ഏരിയ മാത്രമാണ്, മറ്റൊരു ഏരിയയിൽ പേഷ്യൻസും കാര്യങ്ങളും. ഇപ്പോൾ പേഷ്യൻസ് ഇല്ലാത്തൊരു ഏരിയയാണ് നമ്മൾ കാണിക്കുന്നത്. സോ ഇവിടെ നിൽക്കുന്ന സ്റ്റുഡൻസും ഉണ്ട്, സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ഉണ്ട്, തേർഡ് ഇയേഴ്സ് ഉണ്ട്, അതുപോലെ ഇന്റേൺഷിപ്പിൽ നിൽക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ ഒരു ICUയും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ. നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് കാത്ത് ലാബ്. ഇവിടെയാണ് ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇൻസൈഡിലാണ്. ഇതിൻ്റെ അകത്തോട്ടാണ് ലാബിലേക്ക് പോകേണ്ടത്. നമുക്ക് ഇപ്പം ഇവിടെ വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല. സോ ഇവിടെ കാത്ത് ലാബും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. സോ നമ്മളിപ്പോൾ ഉള്ളത് ഡോക്ടർ B സെന്തിൽകുമാർ സാറിൻ്റെ കൂടെയാണ്. ഇദ്ദേഹമാണ് വിനായക മിഷൻ DMTV യൂണിവേഴ്സിറ്റിയുടെ അലൈഡ് ഹെൽത്ത് സയൻസിൻ്റെ ഡീനായിട്ടുള്ളത്. സോ നമുക്ക് സാറ് ഈ ഒരു വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യാം. ഹായ് സർ. Hello. Hi. Nice to meet you. Thank you. Sir, can you tell about our campus and our infrastructure, because Malayali students are really interested to know about the Vinayaka mission. Okay. Can you tell about? Yeah, sure. Hello everyone. And Vinayaka Mission Research Foundation got a deemed university status in the year 2001. Under Vinayaka Mission Research Foundation, we have started this allied sciences in the year 2004. Oh. In Tamil Nadu, even say about in Kerala, we are the second institution to start this kind of programs in south side. Yeah. And nearly every year there are nearly 25% of the students from Kerala that are studying in our campus. Okay. Right now.
And the facilities what we have, the infrastructure, I can say like the first off is kind like simulation labs. Yeah. And the clinical postings what we are having in Selam, we have a women's hospital attached to women's hospital. It's a 400-bed hospital. In Pondicherry we have Arubadi Medical College Hospital. It's a 750-bed hospital. Okay. And Chennai we have we have tied with the government hospitals through GEO. Like this, like the way we are giving the clinical postings, we are far away from the other institutions offering the same programs. Okay. So what are the courses we are offering here? Yeah, we have nearly 13 undergraduate program and 13 postgraduate programs. Okay. So those who are taking undergraduate here, they can complete their postgraduate also here. For example, we have a cardiovascular technology, forensic science technology, perfusion technology, optometry, and OT and anesthesia technology, MSc medical care technology. Like this, we have 13 UG. Okay. Similarly, we have a 13 PG program also in Naduya Foundation. Okay. The only institution in Tamil Nadu having all PG programs in here only. Vinayaka mission only. Okay. Okay. And you can ask me like why the students should choose the School of Allied Sciences Vinayaka Mission rather than other colleges. Yeah. For an example, like as I already told you, we are the only institution having simulation lab. That is like the students generally other institutions they'll send the student directly to the clinical postings, where sometimes the students will feel like fear to face the patients. Okay. But what we are doing is in the simulation lab, we'll simulate as a patient. Okay. We have a mannequins, so they learn everything during the second year. Yeah. So once they after the second year, once they learn in simulation lab, then we'll send the students for the postings third year. So automatically the confidence will be more compared with other colleges. So that is a simulation lab. You want first of its kind in Tamil Nadu. Okay. Number one. Number two is the clinical postings what we arrange. That is called clinical industry interface training. That is after third year, the students we are sending the students to the outside hospitals, not our hospitals. Okay. So they have to go and see the HR and they have to meet the HR and convince the HR to get the training. So automatically you know how to work as a team. Then automatically the students they will be getting the training in the hospital. And after the completion of training, the way they work, they will be get placed there itself. Okay. So we are getting the placement also 100% through this clinical interface training. Okay. Okay. And in India, we are the first institution to receive ISO 21000:2018. That's the Education Organization Management System. Okay. So you can Google it. You can see we are the first institution to get for the quality in education. Okay. So we are. I can probably say that. Okay. And we have a faculty of nearly 142 faculties. Okay. Dedicated to allied sciences. Okay. Okay. And what about the placement? We have a career guidance cell we have. Okay. And we have a placement cell also we have. Okay. Career guidance cells, once the student comes in first admissions, so they can get to know what are the careers they can choose. For an example, they can choose the course also. Okay. After choosing the program, what are the things he has to go through it through the upcoming 3 years. Same way for the finishing third year, after third year, we have a finishing school program. Okay. Done by the placement cell. Okay. So how to approach the HR, how to convince the HR, like we have a mock interview, everything. Yeah. So that finishing school program, they'll get a certification from the government of Tamil Nadu also. Okay. So automatically they'll get a job. So this kind of cell you can't find it anywhere. Yes. That will be more helpful for the students to attend the interviews. And one more thing, now the National Commission for Allied Professionals come. There, all the curriculum and syllabus has been framed in a manner the students will get a job in forthcoming years. For an example, in 2026 budget, Honorable Finance Minister Nirmala Sitharaman mentioned they are going to recruit 1 lakh allied profession for the next 5 years. Okay. So you can see the demand. Yeah. Most of people outside are thinking allied profession are not getting a job, but in India, next 5 years they need 1 lakh allied professions. You won't believe every year not even 10,000 people are coming out. Yeah, even in Kerala also there are a few seats for the MIT and all. I think it's 128 that kind of seats. Same way here also. So that is why this huge demand is here for the allied professions. The students can choose because without NEET you can enter this program. Okay. Other medical program you need to go for a NEET. Yeah. So this is a gifted program for the children. So maybe they can choose this career. Yeah. Okay, sir. And every parent from Kerala, they are afraid about the hostel facility, how the hostel and the safety about the students.
Can you explain about that thing also? Yeah, we have a hospital, in-house hospital, hostel we have actually. Okay. Exclusive for girls hostel, we have 2 campus, 2 blocks. Okay. And for the boys, we have 2 blocks. Okay. And for the from the Kerala, for the Kerala students, we are offering the Kerala, right, the rice also. Like, Okay, we are Kerala giving food, their food also we are Okay. giving it. And they feel like very safe here because Okay. we have already registered with the government of Tamil Nadu Okay. with the social department. Okay. So there is no need to worry about their safety and Okay. for the food also. So we take care of us, like I usually say like Okay. home from away from home. That is called, they can say Okay. like this is second home for them. Okay. See, sir, several students are afraid about the deemed university. They are thinking, for example, Dr. MGR University or Rajiv Gandhi universities are better. If they are studying to the deemed university, the certificate is not be recognized. That kind of questions they have. Can you explain about that thing So also? deemed university status, like wherever the government is not able to establish their own setup, so they given approval to the private institutions as a deemed university. Yeah. Okay, number one. And the student, like deemed university, advantage of deemed university is like you can establish yourself and you can give a more infrastructure and the equipments and everything where the government is not able to do it. And for an example, Dr. MGR Medical University affiliated college is also there. But you compare with the other the affiliated colleges and with the deemed university will be like more equipped. So the faculty strength and the research and innovation, everything takes place in the deemed university because we are controlled by the University Finance Commission. And also the National Commission for Allied Professionals come and State Council also come. Okay. So no need to worry about this because once they receive the degree, they will get registered in the council. Yeah, because some rumors are going middle of the parents because once the student who is studied in the deemed university, once they are going to abroad, the certificate is not valid. That kind of rumors. Actually, last year, from School of Allied Sciences, Yeah. we have recently opened up UAE alumni chapter. Okay. That is nearly 250 students are working in Dubai. Okay. So I went personally and we have inaugurated alumni chapter there. Okay. And we know the process and everything. So no need to worry about that. Okay. You can see our website also there. We have opened up one alumni chapter in Dubai. We are going to soon open in UK. Okay. Nearly Okay. 300 students are now studying and working in UK. Okay. 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 Okay, sir. Okay. Thank you for the valuable information. Thank you so much. ഈ ഒരു ക്യാമ്പസിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 150+ അവാർഡ്സ് നിയർലി കിട്ടിയിട്ടുള്ള ഒരു ക്യാമ്പസാണ്. ഇപ്പോൾ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഹ്യൂജ് നമ്പർ തന്നെയാണ്. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കാണാം ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ പല ടൈപ്പ് ഓഫ് അവാർഡ്സും കാര്യങ്ങളും കിട്ടിയിട്ടുള്ള ഒരു ബിഗസ്റ്റ് ക്യാമ്പസ് തന്നെയാണ് ഈ വിനായക മിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് ഇവിടുത്തെ ഒപ്റ്റോമെട്രിയുടെ 3rd ഇയർ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. പേരെങ്ങനെയാണ്? അലീന, സ്ഥലം തൃശ്ശൂർ. ഗായത്രി, തൃശ്ശൂർ. അഭിഷേക്, ആലപ്പുഴ. ആലപ്പുഴ ആലപ്പുഴ രാമങ്കരി. നന്ദ, ട്രിവാൻഡ്രമാണ്. ഓക്കെ, നിങ്ങൾ 3rd ഇയർ ആണ്. ഓൾമോസ്റ്റ് ഒരു 3 years എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ വിനായക മിഷൻ ക്യാമ്പസിനുണ്ട്. എങ്ങനെയുണ്ട് നിങ്ങളുടെ 3 years എക്സ്പീരിയൻസ്? ഹാപ്പിയാണോ? ഓൾമോസ്റ്റ് എല്ലാവരും ഹാപ്പിയാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫാക്കൽറ്റീസ് ഒക്കെ പഠിപ്പിക്കുന്നത് മനസ്സിലാവാറുണ്ടോ? ഫ്രണ്ട്ലി ആണ് എല്ലാവരും. ഓക്കെ, എല്ലാവരും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണോ? ഓക്കെ. എങ്ങനെയുണ്ട് ക്ലിനിക്കൽസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഓക്കെ, എവിടെയൊക്കെയാണ് പോസ്റ്റിങ്ങിന് പോകുന്നത്? വിംസിൽ തന്നെയാണ് ഔട്ട് പോസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മെഡിക്കൽ കോളേജ് കൂടാണ്ട് ഔട്ട് പോസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട് ഇവിടുത്തെ ഹോസ്റ്റൽ ആൻഡ് ഫുഡ്? ഹോസ്റ്റൽ നല്ല ഫ്രണ്ട്ലി, എല്ലാവരും ഫ്രണ്ട്സ് ഉണ്ട്. മില്യൻസ് ഒക്കെ നല്ല ഫ്രണ്ട്സ് ആണ്. ഓക്കെ. പക്ഷെ ഇപ്പൊ കുറെ കൂടെ മലയാളി കുട്ടികൾ വരുന്നുണ്ടല്ലോ. ഓക്കെ. സോ ഓക്കെ. അപ്പൊ ഓവറോൾ നിങ്ങൾ ഈ ഒരു ക്യാമ്പസിൽ നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ? ഓക്കെ, താങ്ക് യു. സോ നമ്മൾ ഈ വിനായക മിഷൻ ക്യാമ്പസിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾ കാണിച്ചു. നഴ്സിംഗിനെ മാത്രം കാണിക്കാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ അവിടെ എക്സാംസ് നടക്കുന്നതായിരുന്നു, നമുക്ക് വീഡിയോ ഷൂട്ടിങ്ങിന് പെർമിഷൻ ഇല്ലായിരുന്നു. മറിച്ച് അലൈഡിൻ്റെ എല്ലാ ഡീറ്റെയിൽസിനും കാണിച്ചിട്ടുണ്ട്. അലൈഡിനെ സംബന്ധിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാമ്പസിൽ എനിക്ക് തോന്നിയ കാര്യം വെച്ചാൽ വളരെ അഫോർഡബിൾ റേഞ്ചിൽ നിങ്ങളൊരു മെഡിക്കൽ കോളേജിൽ പഠിക്കണം, നല്ലൊരു ഹോസ്പിറ്റൽ പോസ്റ്റിങ്ങിലൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന നല്ലൊരു ക്യാമ്പസാണ് വിനായക മിഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ കുട്ടികളുമായിട്ടൊക്കെ സംസാരിച്ചിടത്തോളം ഒരുപാട് മലയാളി കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവരെല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. ഫാക്കൽറ്റീസ് ഒക്കെ വളരെ ഫ്രണ്ട്ലി ആണെന്നാണ് പറയുന്നത്. പിന്നെ എപ്പോഴും എന്താ പറയുക, ഒരു റഷാണ് ക്യാമ്പസ്, അതായത് ഹോസ്പിറ്റലിനകത്ത് തന്നെ ക്യാമ്പസ് ആയത് കാരണം നല്ലൊരു റഷ് തന്നെയാണ്. സോ കുട്ടികൾക്ക് അങ്ങനെ ഫ്രീ ടൈം ബോറടി ഒന്നുമില്ല. പഠിത്തം അതുപോലെ തന്നെ ക്ലിനിക്കൽസ് കാര്യങ്ങൾ ആ ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിനും ആണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ സ്പെസിഫിക് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ തന്നെ ക്ലിനിക്കൽ പോസ്റ്റിംഗ് കാര്യങ്ങൾ കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇത് കൂടാണ്ട് ഇവർക്ക്
ചില സമയത്ത് GH-ലും അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഫെസിലിറ്റിയിലും കൊണ്ടുപോകാറുണ്ട്. സോ അലൈഡ് സയൻസ് ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അഫോർഡബിൾ റേഞ്ചിൽ തമിഴ്നാട്ടിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് ഈ വിനായക മിഷൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ക്യാമ്പസിന്റെ നെഗറ്റീവ് സൈഡൊന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ല. ഫുഡും കുട്ടികളൊക്കെ നല്ല ഫുഡാണെന്ന് തന്നെയാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് നെഗറ്റീവ്സോ കാര്യങ്ങളൊന്നും കുട്ടികൾ പറഞ്ഞിട്ടില്ല. പിന്നെ ലൊക്കേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സേലം ടൗണിൽ തന്നെയാണ്, വലിയ ദൂരമോ കാര്യങ്ങളോ ഒന്നുമില്ല, നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനൊക്കെ വളരെ എളുപ്പം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് മലയാളി കുട്ടികൾ ഈ ഒരു ക്യാമ്പസിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമ്പസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടും ഇവിടുത്തെ അഡ്മിഷൻ പ്രോസസിനെ പറ്റിയിട്ട് അറിയാനായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ഇതിനെപ്പറ്റി അറിയാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ മറ്റൊരു കോളേജിനെ ഇൻഫോർമേറ്റീവ് ആയിട്ട് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.